മീഖാ പ്രവചന പുസ്തകം 5-ാം അധ്യായം 2-ാമത്തെ വാക്യവും മത്തായി സുവിശേഷം 2-ാം അധ്യായം 6-ാം വാക്യവും. മീഖാ 5:2, മത്തായി 2:6. നീയോ ബെത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. യഹൂദ്യ ദേശത്തിലെ ബെത്ലഹേമേ, നീ യഹൂദ്യ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. കേൾക്കുന്നവർ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഈ രണ്ട് ഭാഗങ്ങളിലും നമ്മൾ വായിക്കുന്ന വചനം തിരുവെഴുത്തി പ്രകാരമാണ്. ബെത്ലഹേമിനെ നോക്കി പ്രവാചകനായിരിക്കുന്ന മീഖാ പ്രവചിക്കുകയാണ്. ബെത്ലഹേമേ എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായി ഇരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ച് വരും. ഇവിടെ ബെത്ലഹേമിനെ കുറിച്ച് പ്രവാചകൻ പറയുന്നു, ബെത്ലഹേമേ നീ ചെറുതായിരുന്നാലും. സ്തോത്രം. ഒരുപക്ഷെ അതിൻ്റെ വലിപ്പം കൊണ്ട്, ഒരുപക്ഷെ മനുഷ്യൻ്റെ കണ്ണിന് കാഴ്ചയ്ക്ക് അത് ചെറുതാണെങ്കിലും ബെത്ലഹേമിനെ നോക്കി പ്രവാചകൻ പ്രവചിക്കുന്നു, ഇസ്രായേലിന് അധിപതിയായി ഇരിക്കേണ്ടുന്നവൻ നിന്നിൽ നിന്ന് ഉത്ഭവിച്ച് വരും. സ്തോത്രം. മത്തായി സുവിശേഷത്തിൽ സുവിശേഷകനായിരിക്കുന്ന മത്തായി ഈ ഭാഗത്തെ ആവർത്തിച്ചു കൊണ്ട് പറയുന്നു, യഹൂദ്യാദേശത്തിലെ ബെത്ലഹേമേ, യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. ഇസ്രായേലിനെ മേൽപ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ട് വരും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ബെത്ലഹേം പട്ടണം കാഴ്ചയിൽ, സ്തോത്രം, അളവിൽ ഒക്കെ ചെറുതാണെങ്കിലും ആ പട്ടണത്തിൻ്റെ മേൽ കിടക്കുന്ന പ്രവചനം, ദൈവത്തിൻ്റെ വാഗ്ദത്തം വലുതത്രേ. സ്തോത്രം. പലപ്പോഴും കാഴ്ചയിൽ ചെറുതായിരിക്കുന്ന, വലിപ്പത്തിൽ ചെറുതായിരിക്കുന്ന, നമ്മുടെ ദൃഷ്ടിയിൽ ചെറുതെന്ന് തോന്നുന്ന, വലിപ്പമില്ല എന്ന് തോന്നുന്ന, സാരമില്ലെന്ന് തോന്നുന്ന പല വിഷയങ്ങളും പലതും പലപ്പോഴും ദൈവ സന്നിധിയിൽ നോക്കുമ്പോൾ, അല്ലെങ്കിൽ സ്തോത്രം, ദൈവഭാഗത്ത് നിന്ന് ആത്മാവിൽ നമ്മൾ നോക്കുമ്പോൾ അത് പലപ്പോഴും അതിൻ്റെ ഉള്ളറകളിൽ ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് നൽകിയ ദൂതിതാണ്. സ്തോത്രം. പുറമേ നോക്കുമ്പോൾ ചെറുതെന്ന് തോന്നുന്ന, സാരമില്ലെന്ന് തോന്നുന്ന, വലിപ്പമില്ലെന്ന് തോന്നുന്ന, കാഴ്ചയ്ക്ക് നല്ലതല്ലെന്ന് തോന്നുന്ന, കാഴ്ചയ്ക്ക് വലിയ, സ്തോത്രം, ആൾബലമൊന്നുമില്ല എന്ന് തോന്നുന്ന, കാഴ്ചയ്ക്ക് വലിപ്പമൊന്നുമില്ല എന്ന് തോന്നുന്ന ചിലതിൻ്റെ മേൽ ചില വലിയ വാഗ്ദത്തങ്ങൾ പകരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം.
Praise the Lord. Hallelujah. ആയതിനാൽ ഇന്നു രാത്രിയിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ വിളിച്ചറിയിക്കട്ടെ, ഈ നാളുകളിൽ എൻ്റെ ദൈവം സ്തോത്രം ലോകത്തിൻ്റെ കണ്ണിൽ ചെറുതായിരിക്കാം നീ, ലോകത്തിൻ്റെ കാഴ്ചയിൽ ഒരുപക്ഷെ സ്തോത്രം ഒത്തിരി ഗുണങ്ങൾ, ഒത്തിരി നല്ല കാര്യങ്ങൾ ഒരുപക്ഷെ നിൻ്റെ ജീവിതത്തിൽ ഇല്ലായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ വാഗ്ദത്തം നിന്റെ മേൽ ഉണ്ടെങ്കിൽ സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, മറ്റു പലതുമായി താരതമ്യം ചെയ്യുമ്പോൾ നീ എല്ലാറ്റിനേക്കാൾ ചെറുതാണെങ്കിലും ദൈവത്തിൻ്റെ വാഗ്ദത്തം നിന്റെ മേൽ ഉള്ളതുകൊണ്ട് ഈ നാളുകളിൽ ഒരപ്പത്തിൻ്റെ ഭവനമാക്കി ദൈവം നിന്നെ മാറ്റുവാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. മറ്റു പലതിനോടും മറ്റു പലരോടും താരതമ്യം ചെയ്യുമ്പോൾ എല്ലാ അർത്ഥത്തിലും നീ ചെറുതായിരിക്കാം, വിദ്യാഭ്യാസത്തിൽ ചെറുതായിരിക്കാം, സ്തോത്രം, ഹല്ലേലൂയ, സൗന്ദര്യത്തിൽ കുറഞ്ഞവനായിരിക്കാം, ക്വാളിഫിക്കേഷൻസിൽ കുറഞ്ഞവനായിരിക്കാം, ചെറിയവനായിരിക്കാം, പല കാര്യങ്ങളിൽ നീ ചെറിയവനായിരിക്കാം. പക്ഷേ ഏറ്റവും ചെറിയവനായിരിക്കുന്ന നിന്നെ ഈ നാളുകളിൽ ഒരു വലിയ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി, ഒരു ദൈവത്തിൻ്റെ വലിയ പദ്ധതിക്ക് വേണ്ടി ഈ നാളുകളിൽ എൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദത്തം നിന്റെ മേൽ കിടപ്പുണ്ട്. വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ചെറുത് എന്ന് ചിന്തിച്ച് പലപ്പോഴും നമ്മൾ സ്വയം ഉൾവലിയാൻ ശ്രമിക്കുമ്പോൾ, സ്തോത്രം, ചെറുതെന്ന് വിചാരിച്ച് നമ്മൾ പലപ്പോഴും നമ്മൾ പലരുടെയും പിന്നിലേക്ക് നിൽക്കുവാൻ ശ്രമിക്കുമ്പോൾ കർത്താവ് പറയുന്നു, നിന്നെ മുൻനിരയിലേക്ക് കൊണ്ടുവരേണ്ടിയ ഒരു വാഗ്ദത്തം നിന്റെ മേൽ കിടപ്പുണ്ട്. സ്തോത്രം, ആമേൻ, സ്തോത്രം. ഞാൻ ഇന്ന് രാത്രിയിൽ ഇങ്ങനെ പറയട്ടെ, വാഗ്ദത്തം നിന്റെ മേലുണ്ടെങ്കിൽ, ആമേൻ, ആമേൻ, വാഗ്ദത്തം നിന്റെ മേലുണ്ടെങ്കിൽ, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 42-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദാവീദിൻ്റെ സന്തതിയിൽ നിന്നും ദാവീദ് പാർത്ത ഗ്രാമമായ ബെത്ലഹേമിൽ നിന്നും ക്രിസ്തു വരുന്നു എന്ന് തിരുവെഴുത്തു പറയുന്നില്ലയോ എന്നും പറയുന്നു. മറ്റു പലതിലുമായി, മറ്റു പട്ടണങ്ങളുമായി, മറ്റു സാഹചര്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരുപക്ഷെ ബെത്ലഹേം ചെറുതായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ തിരുവെഴുത്ത്, ദൈവത്തിൻ്റെ അരുളപ്പാട്, ദൈവിക വാഗ്ദത്തം ഈ പട്ടണത്തിൽ കിടക്കുന്നു. സ്തോത്രം. ഈ പട്ടണത്തിൻ്റെ മേൽ വാഗ്ദത്തം കിടക്കുന്നത് കൊണ്ട് എന്താ വാഗ്ദത്തം? ക്രിസ്തു എന്ത് ചെയ്യും? ബെത്ലഹേമിൽ നിന്ന് വരുന്നു. സ്തോത്രം, ആമേൻ, ആമേൻ. ഇന്ന് രാത്രിയിൽ തിരിച്ചറിഞ്ഞോ, വാഗ്ദത്തം നിന്റെ ഭവനത്തിൽ, വാഗ്ദത്തം നിന്റെ കുടുംബത്തിൽ, വാഗ്ദത്തം നിന്റെ തലമേൽ ഈ നാളുകളിൽ ദൈവം പകർന്നിട്ടുണ്ടെങ്കിൽ, ഈ നാളുകളിൽ ഒരു അഭിഷേകം നിന്റെ മേൽ വന്നാലേ മതിയാകത്തൂ. സ്തോത്രം. ബെത്ലഹേമിൽ നിന്ന് ക്രിസ്തു വരുന്നു എന്ന് പറയുന്നെങ്കിൽ, ക്രിസ്തു എന്നത് ഒരു അഭിഷിക്തനെങ്കിൽ, അഭിഷിക്തൻ എന്നത് ഒരു അഭിഷേകമുള്ളവനെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു അഭിഷേകം വ്യാപരിക്കപ്പെടുന്നുണ്ട്. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. ഈ രാത്രി ഞാൻ ഇങ്ങനെ പറയാൻ താല്പര്യപ്പെടുന്നു, സ്തോത്രം, പലതിലും അവൻ പല കാഴ്ചപ്പാടിലും, പലരുടെയും കാഴ്ചപ്പാടിൽ, പലരുടെയും അളവുകോലിൽ നീ ചെറുതാണെങ്കിലും ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, നിന്റെ മേലൊരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ ഈ നാളുകളിൽ ഒരു അഭിഷേകം നിന്റെ മേൽ ചലിക്കുന്ന ഒരു സമയം വരിപ്പെടാൻ പോവുകയാണ്. സ്തോത്രം, 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 സ്തോത്രം. ലോകം പുറമെ നോക്കുമ്പോൾ, ലോകം പുറമെ അളക്കുമ്പോൾ, ലോകം പുറമെ അവരുടെ കാമൻ, സ്തോത്രം, ദൃശ്യമായ മണ്ഡലങ്ങളിൽ അളക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, വാഗ്ദത്തമുള്ള നിന്റെ മേൽ ഒരു അഭിഷേകം വെളിപ്പെട്ടാലേ മറ്റൊരിയാകത്തുള്ളൂ. ആമേൻ. ഈ
അഭിഷേകം എന്ന് വെളിപ്പെടുമോ അന്നാ ഈ വാഗ്ദത്തം നടക്കുന്നേ. ഈ അഭിഷേകം എന്ന് വെളിപ്പെടുമോ അന്നാ ഈ വാഗ്ദത്തം നിവർത്തിയാകുന്നേ. എവിടാ ഈ വാഗ്ദത്തം വെളിപ്പെടാൻ പോകുന്നേ? എവിടാ ഈ അഭിഷേകം വെളിപ്പെടാൻ പോകുന്നേ? എവിടാ ഇത് ഈ വാഗ്ദത്തത്തിന്റെ നിവർത്തി ഉണ്ടാകാൻ പോകുന്നേ? മനുഷ്യന്റെ കണ്ണിന്, ലോകത്തിന്റെ കണ്ണിന് ചെറുതെന്ന് വിളിച്ചു പറഞ്ഞ് ഈ ബത്ലഹേമിനകത്ത് ഞാൻ ഇന്ന് രാത്രി ഒരു ഭാഗം കൂടെ പറയട്ടെ. ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 42-ാം വാക്യത്തിൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ദാവീദ് വാർത്ത ഗ്രാമമായ ബത്ലഹേം എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ ഗ്രാമമാണ് ബത്ലഹേം. ഈ ബത്ലഹേമിലാണ് ഈ വാഗ്ദത്തം കിടക്കുന്നത്. ഈ ബത്ലഹേമിൽ നിന്നാണ് അഭിഷിക്തനാകുന്ന ക്രിസ്തു പുറപ്പെട്ട് വരേണ്ടിയത്. ഈ വാഗ്ദത്തമൊക്കെ കിടക്കുക. ആമേൻ. എന്നാൽ ഈ ഗ്രാമം ഞാൻ പറഞ്ഞു ഈ ഗ്രാമം ദാവീദിന്റെ ഗ്രാമമാണ്. ഈ പട്ടണം ദാവീദിന്റെ പട്ടണമാണ്. എന്നാൽ ബത്ലഹേം എന്ന ദാവീദിന്റെ പട്ടണത്തിൽ ശ്രദ്ധിക്കണേ, ഈ ദാവീദിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഈ ദാവീദിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും പറയുന്നത് ദാവീദ് പെട്ടകം കണ്ടാൽ നൃത്തം ചെയ്യും, ദാവീദ് സിംഹത്തിങ്ങളുടെയും കീറിക്കളഞ്ഞു, ദാവീദ് ഗോലിയാത്തിനെ തള്ളിയിട്ടു, അല്ലേ? സ്തോത്രം. ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴും ഇന്ന് രാത്രി തിരിച്ചറിയ വിശുദ്ധ വേദപുസ്തകത്തിൽ ആമേൻ അഭിഷേകത്തിന് വില കൊടുത്തവനായിരുന്നു ദാവീദ്. ആമേൻ. പരിശുദ്ധാത്മാവിന് വില കൊടുത്തവനായിരുന്നു ദാവീദ്. എന്ന് വെച്ചാൽ ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, സ്തോത്രം, ഒരിക്കൽ തന്നെ പല നിലവാരങ്ങളിൽ ദ്രോഹിക്കുന്ന ശൗലിനെ തൻ്റെ മുമ്പിൽ കിട്ടിയിട്ട് പോലും ദാവീദ് കൊന്നുകളഞ്ഞില്ല. ആമേൻ. വസ്ത്രത്തിന്റെ അഗ്രം വെട്ടിയിട്ട് ശൗലിന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു, ഇതാ ശൗലേ, നിന്റെ വസ്ത്രത്തിന്റെ അഗ്രം, ആമേൻ, നിന്നെ കൊല്ലുവാൻ എൻ്റെ മുമ്പിൽ ഒരു അവസരം ലഭിച്ചിട്ട് പോയി ഞാൻ നിന്നെ കൊന്നില്ല. അവിടെ നമ്മൾ വായിക്കുമ്പോൾ തൻ്റെ കൂടെയുള്ളവരോട് പറയുന്ന വാക്കിതാണ്, അഭിഷിക്തന്റെ മേൽ കൈവയ്ക്കാൻ ഇടവരരുത്, വരരുത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ വിളിച്ചു പറയട്ടെ, അഭിഷേകത്തിന് വില കൊടുത്തവനായിരുന്നു ദാവീദ്. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയുന്നു, അഭിഷേകത്തിന് വില കൊടുക്കുന്ന നീ സ്തോത്രം, നീ ആണെങ്കിൽ, നീ അഭിഷേകത്തിന് വില കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഈ നാളുകൾ നിന്റെ പട്ടണത്തിനകത്ത്, നിന്റെ വീട്ടിനകത്ത് ഇന്ന് ലോകം പറയുന്നുണ്ടാകും, നീ ചെറുതാ, നിന്റെ വീട് ചെറുതാ, നിന്റെ കുടുംബം ചെറുതാ, നിന്റെ സാഹചര്യങ്ങൾ ചെറുതാ, നിന്റെ വിദ്യാഭ്യാസം ചെറുതാ, നിന്റെ അവസ്ഥ ചെറുതാ. പക്ഷെ ഇന്ന് രാത്രി അഭിഷേകത്തിന് വില കൊടുക്കുന്ന നിന്റെ പേര് വാഗ്ദത്തം ഉണ്ടെങ്കിൽ അത് നിന്റെ വീട്ടിനകത്ത് ഈ രാത്രി അവരുടെ വലിപ്പം നോക്കിയല്ല, അതിന്റെ വലിപ്പം നോക്കിയല്ല, അതിനെ അളന്നിട്ടല്ല, ഈ രാത്രി വില കൊടുക്കുന്നവന്റെ ഒരു വാഗ്ദത്തം വെളിപ്പെടാൻ സമയമായി. വില കൊടുക്കുന്നവന്റെ പട്ടണത്തിൽ, വില കൊടുക്കുന്നവന്റെ തലമുറയിൽ ഈ രാത്രി ഒരു അഭിഷേകം വെളിപ്പെടാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. അപ്പൊ ദാവീദിന്റെ പട്ടണമായ ബത്ലഹേമിൽ അവൻ നിന്ന് ക്രിസ്തു വരുന്നു. എന്നാൽ ഈ ബത്ലഹേമിനെ ലോകം പറഞ്ഞു ചെറുത്, ലോകത്തിന്റെ അളവുകോലിൽ ചെറുത്, മറ്റുള്ള പലതിനുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെറുത്. പക്ഷെ ആ ചെറുതിനകത്ത് ഒരു വാഗ്ദത്തം കിടപ്പുണ്ടായിരുന്നു. ആ ചെറുതിനകത്തൊരു വാഗ്ദത്തം കിടപ്പുണ്ടായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 30 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഒന്ന് വായിച്ച താഴ്ത്തോന്നേ. ദൂതൻ നമ്മളോട്, മറിയേ ഭയപ്പെടേണ്ട, മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന പേർ വിളിക്കണം. 32-ാം വാക്യം. അവൻ വലിയവനാകും, അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. ശ്രദ്ധിച്ച് കേൾക്കണേ. 32-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെ, അവൻ വലിയവനാകും. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞേ.
അവൻ വലിയവനാകും. ശ്രദ്ധിക്കുന്നുണ്ടോ? അവൻ വലിയവനാകും. പട്ടണം ചെറുതാ, പക്ഷെ വാഗ്ദത്തം വലുതാ. ഓ, എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പട്ടണം ചെറുതാ, അളന്നു നോക്കുമ്പോൾ പട്ടണം ചെറുതാ, മറ്റു പലതിനുമായി താരതമ്യം ചെയ്യുമ്പോൾ പട്ടണം ചെറുതാ, പക്ഷെ കിടക്കുന്ന വാഗ്ദത്തം വലുതാ. ആമേൻ. കേൾക്കുന്നുണ്ടോ? ഈ രാത്രി എത്ര പേർ ഈ രാത്രി സ്വീകരിക്കുന്നുണ്ട്? നീ ചെറുതായിരിക്കാം, പക്ഷെ നിന്റെ അകത്ത് കിടക്കുന്ന വാഗ്ദത്തം വലുതാ. ആമേൻ, ആമേൻ. ഇനി ലോകം ചോദിക്കും, എങ്ങനെയാ ഈ ചെറിയ പട്ടണത്തിൽ വലിയ വാഗ്ദത്തം വെളിപ്പെട്ടെ? ഈ വലിയ വാഗ്ദത്തം അവിടെ എഴുതിയിരിക്കും. നമ്മൾ വായിച്ചത് ഇങ്ങനെയല്ലേ? വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും, അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവന്റെ രാജ്യത്തിന്. ഭയങ്കര വാഗ്ദത്തം, അതിഭയങ്കരമായ വാഗ്ദത്തം. ശ്രദ്ധിക്കണം, ഇത് മുഴുവൻ കിടക്കുന്നത് ബത്ലഹേമിലാണ്. ഇത് മുഴുവൻ കിടക്കുന്നത് ബത്ലഹേമുമായി കണക്ട് ചെയ്താ. ഓ, ഇന്ന് രാത്രി ഞാൻ ആരോടോ പറയുന്നു, സ്തോത്രം. ഇന്ന് രാത്രിയിൽ ശ്രദ്ധിച്ചു കേൾക്ക്. ഈ നാളുകളിൽ എവിടെയൊക്കെയോ നിന്നെ ചെറുതെന്ന് പറഞ്ഞു ഒതുക്കാൻ മനുഷ്യനും പിശാചും ശ്രമിക്കുമ്പോൾ വിളിച്ചു പറ, എൻ്റെ അകത്ത് കിടക്കുന്നത് വലിയ വാഗ്ദത്തമാണ്. നീക്കം വരാത്തൊരു വാഗ്ദത്തം, മാറിപ്പോകാത്ത ഒരു വാഗ്ദത്തം, അവസാനിക്കാത്ത ഒരു വാഗ്ദത്തം എൻ്റെ മേൽ കിടക്കുന്നത് കൊണ്ട് വലിപ്പത്തിൽ ചെറുതായിരിക്കാം. അവൻ ലോകത്തിന്റെ കണ്ണിൽ ചെറുതായിരിക്കാം, പക്ഷെ ഇന്ന് രാത്രി എൻ്റെ അവസ്ഥകളെ, എൻ്റെ അതിരുകളെ പ്രവർത്തിക്കുന്ന ഒരു അഭിഷേകം ഇതിനകത്ത് ചലിക്കാൻ പോവുകയാണ്. ആമേൻ. ഞാൻ ഇങ്ങനെ കൂടെ പറയാൻ താല്പര്യപ്പെടുന്നു. 30-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്നു, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. ഒരു സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാത്രി പലരും ചോദിച്ചേക്കാം, ഈ ചെറിയ പട്ടണത്തിൽ എങ്ങനെ വലിയ വാഗ്ദത്തം വെളിപ്പെടുന്നത്? അതിന്റെ പേരാണ് കൃപ, അതിന്റെ പേരാണ് കൃപ. നിങ്ങൾ ആരും മിണ്ടുന്നില്ല. ഇന്ന് രാത്രി ഞാൻ ആവർത്തിച്ച് പറയുന്നു, ചെറിയ പട്ടണമായ ബത്ലഹേമേ, നിന്റെ മേൽ ഇത്ര വലിയ വാഗ്ദത്തം വെളിപ്പെടുന്നെങ്കിൽ അതിന്റെ പേരാണ് ദൈവത്തിന്റെ കൃപ. എത്ര പേര് രാത്രി അനുഭവിക്കുന്നു? അർഹതയില്ല, പക്ഷെ ദൈവത്തിന്റെ ദയ നിനക്ക് വേണ്ടി വെളിപ്പെടുന്നു. അതത്ര കൃപ. യെസ്, കൃപ ചലിക്കട്ടെ. ഇന്ന് രാത്രി കൃപ ചലിക്കട്ടെ. ഇന്ന് രാത്രി കൃപ ചലിക്കട്ടെ. ചെറുതെന്ന് ലോകം മുദ്രകുത്തിയ നിന്റെ മേൽ കൃപ വെളിപ്പെടുന്നു, കൃപ വെളിപ്പെടുന്നു. നിന്നെ കൊണ്ട് കഴിയില്ല, നിന്നെ കൊണ്ട് സാധ്യമല്ല, നിന്നെ കൊണ്ട് നടക്കത്തില്ല എന്ന് പറഞ്ഞ്, ചെറുതെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ പല സ്ഥാനത്ത് വിട കർത്താവ് പറയുന്നു, എന്റെ കൃപ. ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രി ചെറുതായ നിന്നെ ഈ നാളുകൾ ഒരു വലിയ വാഗ്ദത്തം വഹിക്കാൻ. വിശ്വസിക്കാവോ? വിശ്വസിക്കാവോ? ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും ചെറുതായ നിന്നെ, ഏറ്റവും ചെറുതായ നിന്നെ ഈ ദിവസങ്ങൾ ചെറുതെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവരുടെ മുമ്പിൽ ഒരു വലിയ വാഗ്ദത്തം വഹിക്കാൻ ഒരു വലിയ അഭിഷേകം വഹിക്കാൻ ഇന്ന് രാത്രി കർത്താവ് നിന്നെ നോക്കി പറയുന്നു, കൃപ, കൃപ, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. ചെറുതെന്ന് ലോകം പറഞ്ഞില്ലേ, പക്ഷെ കൃപ ലഭിച്ചിരിക്കുന്നു. ചെറുതെന്ന് ലോകം പറഞ്ഞില്ലേ, പക്ഷെ കൃപ ലഭിച്ചിരിക്കുന്നു. ആമേൻ. പലരുമായി താരതമ്യം ചെയ്ത് നിന്നെ സംസാരിച്ചില്ലേ, ഓ അവരെ പോലല്ല നീ എന്ന്, ഓ അവർ വലിയവരാ നീ ചെറിയവരാ എന്ന് നിന്നെ പലപ്പോഴും താരതമ്യം ചെയ്തില്ലേ.
പലരും പലപ്പോഴും നിന്നെ അളന്നില്ലേ? ആ അളന്നവരുടെ മുമ്പിൽ കർത്താവ് പറയുന്നു, ഒരു വലിയ വാഗ്ദത്തം ക്യാരി ചെയ്യാൻ റെഡിയായിക്കോ. അതിന്റെ പേരാണ് കൃപ. അതിന്റെ പേരാണ് ദൈവത്തിന്റെ കൃപ. അതെ, ഞാൻ ആവർത്തിക്കുന്നു, അതിന്റെ പേരാ ദൈവത്തിന്റെ കൃപ. ഓ, ഏറ്റവും ചെറുതായ നിന്നെ, പട്ടണങ്ങളിൽ വെച്ച് ഏറ്റവും ചെറുതായ നിന്നെ, ദേശത്തിൽ വെച്ച് ഏറ്റവും ചെറുതായ നിന്നെ, ഈ നാളുകളിൽ ഒരു വലിയ വാഗ്ദത്തത്തിന് വേണ്ടി, ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതിക്ക് വേണ്ടി എന്റെ ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അതത്ര ദൈവത്തിന്റെ കൃപ. ആ കരങ്ങൾ അടിച്ച് ഇന്ന് രാത്രി കർത്താവിനെ മഹത്വപ്പെടുത്ത്. ചെറുതായ നിന്നെ ഈ നാളുകളിൽ ദൈവത്തിന്റെ കൃപയാൽ വലിയ വാഗ്ദത്തങ്ങൾ വഹിക്കാൻ, വലിയ വാഗ്ദത്തങ്ങൾ ചുമക്കാൻ, വലിയ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി, ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി ഈ ദിവസങ്ങളിൽ റെഡിയായിക്കോണം. രാത്രി ഞാൻ ആരോട് പറയുന്നു, മനുഷ്യന്റെ പല പദ്ധതികളെ പൊളിക്കുന്ന, മനുഷ്യന്റെ പല കണക്ക് കൂട്ടലുകളെയും പൊട്ടിക്കുന്ന ഒരു ദൈവത്തിന്റെ വാഗ്ദത്തം വെളിപ്പെടാൻ പോകുന്നു. ഒരു അഭിഷേകം നിന്റെ മേൽ വെളിപ്പെടാൻ പോകുന്നു. കാരണം നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. ഒന്ന് ശമൂവേൽ 2:8 വായിച്ചേ. അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു, പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുവാനും മഹിമാസന അവകാശമായി നൽകുവാനും തന്നെ. ഭൂതരങ്ങൾ യഹോവയ്ക്കുള്ളവ, ഭൂമണ്ഡലത്തെ അവയുടെ മേൽ വെച്ചിരിക്കുന്നു. ഒരു സ്തോത്രം പറഞ്ഞേ. സ്തോത്രം. സ്വീകരിക്കുന്നു ഇന്ന് രാത്രി. ദരിദ്രനെ, അല്ലേ, ദരിദ്രനെ, ആമേൻ, നീ ദരിദ്രനെന്ന് പറഞ്ഞ് ചില കുറഞ്ഞ കാറ്റഗറിയിൽ നിന്നെ മനുഷ്യൻ ഒതുക്കി വയ്ക്കുമ്പം, ലോകം ചെറുതാക്കി കാണുമ്പോൾ, കർത്താവിൻ്റെ രാത്രി നിന്നോട് പറയുന്നു, ആ പൊടിയിൽ നിന്ന് ഞാൻ നിവർത്തുന്നു. ജീസസ്. ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. എവിടെ ഈ രണ്ട് കൂട്ടരും കിടന്നേ? ദരിദ്രൻ എവിടെ കിടന്നേ? അഗതി എവിടാ കിടന്നേ? കുപ്പയിൽ. കർത്താവ് എന്താ പറയുന്നേ? ഞാൻ ദരിദ്രനെ നിവർത്തുന്നു. അഗതിയെ നോക്കി കർത്താവ് എന്താ പറയുന്നേ? ഞാൻ ഉയർത്തുന്നു. ഉയർത്തുന്നു. ഇന്ന് രാത്രിയിൽ ചെറുതെന്ന് പറഞ്ഞ്, അല്ലേ, ദരിദ്രനെന്ന് പറഞ്ഞ്, അഗതിയെന്ന് പറഞ്ഞ് ഈ ലോകം നിന്നെ ചെറുതായി കാണുമ്പോൾ, ഈ ലോകം നിന്നെ കുറഞ്ഞ ചെറിയ കാറ്റഗറിയിൽ നിന്നെ പെടുത്തുമ്പം, ഇന്ന് രാത്രി സ്വർഗം ഇടപെടുന്നു. ചിലരുടെയൊക്കെ കാറ്റഗറികൾ ചേഞ്ച് ആകാൻ പോവാ. വിശ്വസിക്കാമോ? വിശ്വസിക്കാമോ? നിന്റെ കാറ്റഗറി ദൈവം ചേഞ്ച് ചെയ്യാൻ പോവാ. നിന്റെ കാറ്റഗറി ദൈവം ചേഞ്ച് ചെയ്യാൻ പോവാ. അടുത്ത വാക്യം എഴുതിയിരിക്കുന്നത് എങ്ങനെയാ? പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുവാനും മഹിമാസനം അവകാശമായി നൽകുവാനും തന്നെ. എന്തിനാ ദൈവം നിവർത്തുന്നേ? എന്തിനാ ദൈവം ഉയർത്തുന്നേ? പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്താനും മഹിമാസനം അവകാശമായി നൽകാനും. ഓ, ഇടക്കാലാശ്വാസമായി തരാനല്ല, പിന്നെ എങ്ങനെ അവകാശമായി. ഈ ലോകം തരുന്നത് ഇടക്കാലാശ്വാസമാണ്, അല്ലെ, ടെമ്പററി ആയിട്ടാ. ഇന്ന് രാത്രി കർത്താവ് പറഞ്ഞ ടെമ്പററി ആയിട്ടല്ല, അത് നിന്റെ ഓൺ പ്രോപ്പർട്ടിയായി, നിന്റെ അവകാശമായി.
വിശ്വസിക്കാമോ? 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 ആരും അവകാശം പറഞ്ഞുകൊണ്ട് വരത്തില്ല. ആരും അവകാശം പറഞ്ഞുകൊണ്ട് വരത്തില്ല. ആരും ചോദിച്ചുകൊണ്ട് വരത്തില്ല. ആരും നിന്റെ മേൽ അവകാശം പറയില്ല. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുവാനും മഹിമാസനം. എവിടാ ഇനി ഇരിക്കാൻ പോകുന്നേ? എവിടാ ഇരിക്കാൻ പോകുന്നേ? ഉറക്കെ പറഞ്ഞേ. പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തും. രാത്രി ദൈവം നിന്റെ ഇരുപ്പ് മാറ്റാൻ പോവുക. നിന്റെ ഇരുപ്പ് ചേഞ്ച് ചെയ്യാൻ പോവുക. നിന്റെ ഇരിപ്പിടം ദൈവം ചേഞ്ച് ചെയ്യാൻ പോവുക. നിന്നെ ഇരിക്കുന്ന നിന്റെ ആ പൊസിഷൻ ദൈവം ചേഞ്ച് ചെയ്യാൻ പോവുക. ഓ, വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി സ്വീകരിച്ചാട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ഇന്നലെ വരെ നീ ഇരുന്നത് പൊടിയില, പക്ഷെ ഇനി നീ ഇരിക്കാൻ പോകുന്നത് പ്രഭുക്കന്മാരോട് കൂടെ. ഒരു സ്തോത്രം പറഞ്ഞേ. ഇവിടെ നമ്മൾ പറയുന്ന ദാവീദ് തൻ്റെ അപ്പൻ്റെ ആടുകളുമായിട്ട് ആയിരിക്കുമ്പോൾ നമുക്കറിയാം, ഈ ആടുകളോട് കൂടെ സഹവാസമുള്ള ആൾക്കാരുടെ ശരീരത്തിൽ നിന്നൊരു ഒരു 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 ആട്ടിൻ്റെ അല്ലേ ഒരു സ്മെല്ലുണ്ടാകും. സ്തോത്രം. അവർ ചെയ്യുന്ന ജോലി അതാ. അവർ സഹവസിക്കുന്നത് ആടുകളുമായിട്ട്. അതിൻ്റെ ഒരു 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 ഗന്ധം. ദാവീദിൻ്റെ കുറേ കാലത്തെ വാസം അപ്പൻ്റെ ആടുകളോട് കൂടെയായിരുന്നു. പക്ഷെ അഭിഷേകം വന്നപ്പോൾ പിന്നെ ദാവീദ് ഇരിക്കുന്നത് അപ്പൻ്റെ ആടുകളോട് കൂടെ അല്ല. അഭിഷേകം അവൻ്റെ ഇരിപ്പിടത്തെ മാറ്റി. ഇസ്രായേലിൻ്റെ രാജാവ് ഇരിക്കേണ്ട ഇടത്ത് ഈ അഭിഷേകം ദാവീദിനെ ഇരുത്തി. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മുടെ ഇരിപ്പിനെ ഈ നാളുകളിൽ പൊടിയിൽ നിന്ന് പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്താൻ പോകുകയാണ്. അടുത്തെഴുതിയിരിക്കുന്നു, മഹിമാസനം. അവകാശമായി ചില പൊസിഷനുകൾ ദൈവം നിനക്ക് അവകാശമായി തരാൻ പോകുകയാണ്. ആരും നിന്റെ മേൽ അവകാശം പറയാതെ ഇരിപ്പാൻ, ആരും നിന്നെ ഹല്ലേലൂയ എഴുന്നേൽപ്പിക്കാതിരിക്കത്തക്ക നിലകളിൽ ദൈവം നിന്നെ ഇരുത്തേണ്ടടുത്ത് ഈ ദിവസങ്ങളിൽ ഇരുത്തുവാൻ പോകുകയാണ്. വിശ്വസിക്കുന്നുണ്ടോ? ഈ ദിവസങ്ങളിൽ ദൈവത്തിന് അത് നിന്റെ മേൽ ചെയ്യുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അത് നമ്മുടെ മേൽ ചെയ്യാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എനിക്കറിയത്തില്ല, ഈ നാളുകളിൽ ദൈവം അത് ചെയ്യാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ആമോസിന്റെ പ്രവചന പുസ്തകം 7-ാം അധ്യായം 12 മുതൽ ഒന്ന് വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു. വായിച്ചേ. ആമോസിനോട് അമസ്യാവ്, എടോ ദർശക, യഹൂദ ദേശത്തിലേക്ക് ഓടിപ്പോയിക്കൊള്ളുക, അവിടെ പ്രവചിച്ച് അഹോവൃത്തി കഴിച്ചുകൊള്ളുക. പ്രവാചക ശിഷ്യനുമല്ല, ഇടയനുമല്ല, കാട്ടത്തിപ്പഴം വെറുക്കുന്നവനും അത്രേ. അമസ്യാവിനോട് ആമോസ് പറയുക, ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, പകരം ഞാൻ ഇടയനാ, ഞാൻ കാട്ടത്തിപ്പഴം പറക്കുന്നവനാ. അമസ്യാവ് ആമോസിനോട് പറയുക, നീ ഇവിടെ പ്രവചിച്ചതൊക്കെ മതി, നീ ഇവിടെ അഹോവൃത്തി കഴിച്ചതൊക്കെ മതി, നീ പിന്നെ എവിടാ ഇനി പോകണ്ടേ? ഇവിടെ വിടുക. എവിടാ? ബേതേൽ വിട്ട് യഹൂദ ദേശത്തിലേക്ക് പൊയ്ക്കോളാൻ. അവിടെ ചെന്ന് പ്രവചിച്ച് അഹോവൃത്തി കഴിക്കാൻ. അമസ്യാവ് ആമോസിനോട് പറയുമ്പോൾ പുള്ളി പറയാ, നീ വിചാരിക്കും പോലെ ഞാൻ വലിയ പ്രവാചകനെന്നും. അപ്പോൾ ഇത് ആരുടെ വിചാരമാ? നമ്മൾ വിചാരിക്കുക ആമോസിൻ്റെ അമ്മ. നോ, അമസ്യാവ് വിചാരിച്ചിരിക്കുക പുള്ളി അങ്ങ് വലിയ പ്രവാചകനാ.
അപ്പൊ നീ ഇനി ഇവിടെ പ്രവചിക്കല്ലേ, ഇവിടെയൊക്കെ പ്രവചനമൊക്കെ മതി, ഇവിടത്തെ നിന്റെ ശുശ്രൂഷയൊക്കെ മതി, ഇനി അങ്ങ് ചെന്ന് എന്ത് ചെയ്തോ, പ്രവചിച്ച് ജീവിച്ചോളാൻ പറയുക. അപ്പോഴേ ആമോസ് പറയുന്നത്, നീ വിചാരിക്കും പോലെ ഞാൻ വലിയ പ്രവാചകനെന്നും, ഞാൻ പിന്നെ ആരാ, ഇടയനും കാട്ടത്തി പഴം പെറുക്കുന്നവനുമാ. പുള്ളിയുടെ ജോലി ഇതാ, ആടുകളെ മേയ്ക്കുക, കാട്ടത്തിപ്പഴം പെറുക്കുക. ആമേൻ. ഇതാ പുള്ളിയുടെ പ്രധാന പണി. എന്നാൽ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഞാൻ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവ എന്നെ പിടിച്ചു. ഒരു സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, എൻ്റെ ദൈവം നിന്നെ പിടിച്ചിരിക്കുക. ലോകത്തിൻ്റെ കണ്ണിൽ ആമേൻ ആടുമേക്കുന്നവനും ആട്ടിടയനും കാട്ടത്തിപ്പഴം വെറുക്കുന്നവനുമായിരുന്ന നിന്നെ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം ഈ നാളുകളിൽ പിടിച്ചത് ആടുമേക്കാനും കാട്ടത്തിപ്പഴം വെറുക്കാനുമല്ല. അടുത്ത വാക്യത്തിൽ ഇരിക്കുന്നു, നീ ചെന്ന് എൻ്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിക്ക എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ലോകവും നീ നിന്നെ തന്നെയും ചെറുതാക്കി കാണുമ്പോ, ശ്രദ്ധിക്കണം, ഈ ലോകവും നീ നിന്നെ തന്നെയും ചെറുതാക്കി കാണുമ്പോ ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞു, ഒരു പ്രവാചക അഭിഷേകം നിന്റെ തലയിൽ കിടക്കുമ്പോ അതിനെ തിരിച്ചറിയാതെ പോകരുതെന്ന്. ഇന്ന് രാത്രി തിരിച്ചറിയ, കർത്താവ് നിന്നെ പിടിച്ചത് ഇടയനായിരിക്കാനല്ല, എന്റെ കർത്താവ് നിന്നെ പിടിച്ചത് കാട്ടത്തിപ്പഴം വെറുക്കാനല്ല. ഒരു പ്രവാചക ശുശ്രൂഷ, ഒരു പ്രവാചകന്റെ അഭിഷേകം. ഇത് രാത്രി തിരിച്ചറിയ, നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തെ തിരിച്ചറിയ, നിന്റെ മേൽ കിടക്കുന്ന വിളിയെ തിരിച്ചറിയ. ലോകത്തിന്റെ കണ്ണിൽ നീ ചെറുതായിരിക്കാം, നീ നിന്നെ തന്നെ പലപ്പോഴും ചെറുതാക്കി നീ കാണുന്നുണ്ടാകാം. പക്ഷെ നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തെ, നിന്റെ മേൽ കിടക്കുന്ന വിളിയെ ഈ രാത്രി നീ തിരിച്ചറിഞ്ഞാൽ ഒരമസ്യാവിനും നിന്റെ ശുശ്രൂഷയ്ക്ക്, നിന്റെ മേൽ കിടക്കുന്ന വിളിക്ക്, നിന്റെ മേലുള്ള അഭിഷേകത്തിന് അതിർവരമ്പുകൾ ഇടാൻ ഈ നാളുകളിൽ കഴിയത്തില്ല. ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ ഭാഗം പരിശുദ്ധം എനിക്ക് തന്നപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ ആമോസിൻ്റെ ഭാഗത്ത് എൻ്റെ കർത്താവായ യേശുവാട്ടെ ആയിരുന്നെങ്കിൽ പുള്ളിക്കാരനെ ഉടനെ രണ്ടുപേരെ ഇങ്ങോട്ട് പിടിച്ചിട്ട് രണ്ട് പ്രവചനം പറഞ്ഞിട്ട് പറയുമായിരുന്നു, ആ കുറുക്കനോട് ചെന്ന് പറ, ഞാൻ ഇന്നും നാളെയും എൻ്റെ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്ന വിളി. അമ്മേ, ഇന്ന് രാത്രി നീ നിന്നെ തന്നെ ചെറുതാക്കി കാണരുത്, നീ നിന്നെ തന്നെ ചെറുതാക്കി കാണരുത്. ലോകത്തിന്റെ കണ്ണിൽ നീ ചെറുതായിരിക്കാം, പക്ഷെ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, നിന്റെ മേൽ കിടക്കുന്നത് വലിയ വാഗ്ദത്തമാണ്, നിന്റെ മേൽ കിടക്കുന്നത് വലിയ അഭിഷേകമാണ്. ആമേൻ. ആമോസോട് പറയുന്നു, ഇസ്രായേലിന്റെ പ്രവാചകനായി ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു. ഞാൻ ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, നിന്റെ നാവിന്റെ കെട്ടുകൾ ദൈവം അറുക്കുവാൻ പോവുകയാണ്. നിന്റെ നാവിന്റെ കെട്ടുകൾ ദൈവം ഇന്ന് രാത്രി അറുക്കുവാൻ പോവുകയാണ്. ഒരു ദൈവത്തിന്റെ നാവായി നിന്റെ നാവിനെ ദൈവം മാറ്റുവാൻ പോവുകയാണ്. ദൈവ ശബ്ദമായി നിന്റെ നാവിനെ ദൈവം മാറ്റുവാൻ പോവുകയാണ്. നിന്റെ നാവിലൂടെ ഈ നാളുകളിൽ ചില കെട്ടുകൾ പൊട്ടി ചിലത് പുറത്തു വരുന്നത് ഒരു വലിയ വിടുതലിന് വേണ്ടി, ഒരു വലിയ ദൈവ പ്രവർത്തിക്ക് വേണ്ടി, ഒരു വലിയ ഉണർവിന് വേണ്ടി, അനേകരുടെ വിടുതലിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് നിന്റെ നാവിനെ ഉപയോഗിക്കാൻ പോവുകയാണ്. സ്തോത്രം. എസ്തേറിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഈ ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. എസ്തേറിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഇങ്ങനെ കാണാൻ കഴിയുന്നു. സ്തോത്രം. ഈ എസ്തേർ തൻ്റെ ചിറ്റപ്പൻ്റെ മകളെ തൻ്റെ മകളായി താൻ ദത്തെടുത്തു, തൻ്റെ മകളായി വളർത്താൻ തുടങ്ങി. സ്തോത്രം. മൊർദെഖായി തൻ്റെ ചിറ്റപ്പൻ്റെ മകളെ, അപ്പനും അമ്മയും മരണപ്പെട്ടപ്പോൾ ഈ മകളെ എന്ത് ചെയ്തു? മകളായി വളർത്താൻ ഇടയായി. എന്നാൽ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അവിടെ നമ്മളിങ്ങനെ കാണുന്നു. സ്തോത്രം. എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായം
അവൻ തൻ്റെ ചിറ്റപ്പൻ്റെ മകളായ എസ്തേർ എന്ന ഹദസയ്ക്ക് അമ്മയപ്പന്മാർ ഇല്ലായകൊണ്ട് അവളെ വളർത്തിയിരുന്നു. മതി. 9-ാം വാക്യം വായിച്ചേ. ആ യുവതിയെ അവന് ബോധിച്ചു. ആ യുവതിയെ രാജാവിന് എന്ത് ചെയ്തു? ബോധിച്ചു. 6-ാം വാക്യം വായിച്ചേ. ബാബേൽ രാജാവ് നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ടുപോയ യഹൂദ രാജാവായ യെഖൊന്യാവോട് കൂടെ കൊണ്ടുപോയിരുന്ന പ്രവാസികളുടെ കൂട്ടത്തിൽ മൊർദെഖായിയും ഉണ്ടായിരുന്നു. സ്വത്രം പറഞ്ഞേ. എന്താ അവിടെ കാണുന്നേ? നിങ്ങൾ ശ്രദ്ധിക്കണേ. എസ്തേർ സുമുഖിയായിരുന്നു, സൗന്ദര്യമുള്ളവളായിരുന്നു, എല്ലാം തികഞ്ഞവളായിരുന്നു. രാജാവിന് ബോധിക്കുകയും ചെയ്തു. എന്നാൽ ഈ പുള്ളിക്കാരി ആരായിരുന്നു? പ്രവാസിയായി പിടിക്കപ്പെട്ട് കൊണ്ടുപോയ നെബൂഖദ്നേസർ രാജാവ് പിടിച്ചുകൊണ്ടുപോയ രാജാവിൻ്റെ കൂട്ടത്തിൽ അടിമയായി അല്ലെങ്കിൽ പ്രവാസിയായി പരാജയപ്പെടുത്തി പിടിച്ചു കൊണ്ടുപോയവരിൽ കൂടെ ഉള്ളവൾ ആയിരുന്നു ഈ മൊർദെഖായി എസ്തേറും. സ്വതന്ത്രം പറഞ്ഞേ. പ്രവാസിയെന്നോ അടിമയെന്നോ പരാജയപ്പെട്ടവളെന്നോ എന്നൊക്കെ വേണേ വിളിക്കാവുന്നവളായിരുന്ന ഇവളെ രാജാവിന് ബോധിച്ചപ്പോൾ താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നത് എങ്ങനെയാ? എസ്തേറിനെ രാജ്ഞിയാക്കി അവളെ ഉത്തമമായ സ്ഥലത്താക്കാനിടയായി. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഈ ലോകത്തിൻ്റെ മുമ്പിൽ ഇവർ പരാജിതരാ. ഈ ലോകത്തിൻ്റെ മുമ്പിൽ ഇവർ പ്രവാസികളാ. ഈ ലോകത്തിൻ്റെ മുമ്പിൽ ശത്രുവിൻ്റെ കൈകളാൽ പിടിക്കപ്പെട്ടവരാ. എന്നാൽ ദൈവത്തിൻ്റെ സമയമെത്തിയപ്പോൾ, ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെട്ടപ്പോൾ, സ്തോത്രം, ഇരുന്ന ഇരിപ്പിടങ്ങൾ മാറി, അവസ്ഥകൾ മാറി. ദേശത്തിൻ്റെ നടുവിൽ സാധാരണക്കാരിൽ സാധാരണക്കാരിയായിരുന്ന ഒരു എസ്തേർ ദേശത്തിലെ രാജാവായി മാറ്റപ്പെട്ടു. അപ്രകാരമെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയുന്നു, ചെറുതെന്ന് ലോകം വിളിക്കുന്ന, ചെറുതെന്ന് ലോകം വിധി എഴുതുന്ന, ചെറുതെന്ന് ലോകം അളക്കുന്ന പലതുമായി ലോകം നിന്നെ താരതമ്യം ചെയ്യുമ്പോൾ, അതേ ഇന്ന് രാത്രി അങ്ങനെയുള്ള നിന്റെ മേൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം വെളിപ്പെട്ട് നിൽക്കുകയാണ്. ഈ നാളുകളിൽ കർത്താവ് പറയുന്നു, ഞാൻ ദേശത്തിൻ്റെ നടുവിൽ ഒരു വലിയ വാഗ്ദത്തത്തോടെ ഞാൻ നിന്നെ നിർത്താൻ പോവുകയാണ്. ഒരു വലിയ അഭിഷേകത്തോടെ ഞാൻ നിന്നെ നിർത്താൻ പോവുകയാണ്. എല്ലാ കണ്ണുകളും ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ഈ വചനത്തിൻ്റെ മുൻപാകെ, ഈ ദൂതുകളുടെ മുൻപാകെ ദൈവകരത്തിൽ ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കുക. ഓ റബലഘടകജന വൈശസീരകൽ കമനം വൈഡമനഘടകസിയ